ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ കറവ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ബക്കറ്റൊക്കെ എടുത്തു കേട്ടോ, ബക്കറ്റ്. അപ്പോൾ ബക്കറ്റുമായിട്ട് നമ്മുടെ ഫാമിലോട്ട് പോവാണ്. നമ്മുടെ പശുക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാണിച്ചു തരാം. നിൽക്കുകയാണേ, ഇപ്പോൾ വരാട്ടോ. എല്ലാവരും വൈക്കോലൊക്കെ കഴിക്കുകയാണ്. നമ്മൾ പുറത്തു കൊണ്ടുപോയി കെട്ടിയിട്ട് എല്ലാവരും ഫാമിലോട്ട് വന്നു. അപ്പോൾ എല്ലാവരും വേഗം കഴിക്കാട്ടോ. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എല്ലാവരും വൈക്കോല് കഴിക്കുന്നത്. ഇനി നമുക്ക് കറവ തുടങ്ങാം. പിന്നെ വേറെന്താ വിശേഷം? ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും മഴക്കാലമൊക്കെ ആയിട്ട് പണിയൊക്കെ ഇല്ലാതിരിക്കുന്ന സമയമാണ് എന്നോർത്ത് ആരും വിഷമിക്കുകയൊന്നും വേണ്ട. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. നമുക്ക് വരും, പണി കിട്ടും, ഇന്ന് പണി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് ദിവസവും എഴുന്നേൽക്കുക, രാവിലെ എഴുന്നേൽക്കുക. അപ്പോൾ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ രാവിലെ വിളക്കൊക്കെ കൊളുത്തുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. മുസ്ലിംസ് മിക്കവാറും തന്നെ അവർ 5 മണിക്കൊക്കെ നിസ്കാരമുണ്ട്. ആ സമയത്ത് മിക്കവാറും തന്നെ എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നമ്മുടെ ഹിന്ദുക്കൾക്കാണ് ഇതൊന്നും ഇല്ലാത്തത്. പ്രാർത്ഥനയും നാമജപമൊന്നും ഇല്ലാത്തത് കൂടുതലും ഹിന്ദുക്കൾക്കാണ്. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിക്കും സന്ധ്യനാമം ചൊല്ലിയില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കൂലായിരുന്നു അച്ഛമ്മ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വിഷയമല്ല. ഇപ്പം മിക്കവാറും പാരൻസൊക്കെ ജോലിക്ക് പോണവരായിരിക്കും. അവർ വരുമ്പോഴേക്കും ഇവർ വേണമെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തൊക്കെ കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടൊക്കെ നമ്മൾ മാറി. പക്ഷേ അതൊന്നുമല്ല ശരിക്കും. നമ്മൾ എല്ലായിടത്തെയും കാര്യമല്ല കേട്ടോ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എല്ലായിടത്തും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? അപ്പോൾ ആരും നമ്മുടെ നെഗറ്റീവിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക, നല്ലത് ചിന്തിക്കുക. സാമ്പത്തികമൊന്നും ഇല്ലാത്ത, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമ്മൾ ചിന്തിക്കുക, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, സമ്പത്തുണ്ട്, നമ്മൾ സമ്പത്തുള്ളവരാണ് എന്നൊക്കെ ചിന്തിക്കുക. ഇതൊക്കെ ഞാനിങ്ങനെ ഓരോ യൂട്യൂബിലൊക്കെ കേൾക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്. നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പോസിറ്റീവ് ചിന്തിക്കാം. നമുക്ക് ആരോഗ്യം തന്നാൽ മതി ഭഗവാൻ. നമുക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് ജീവിക്കാം. നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ ഉയർച്ചകളും ഉണ്ടാവും എന്നൊക്കെ തന്നെ ചിന്തിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വൈകുന്നേരത്തെ കറവ തുടങ്ങാം. ഇതാണ് നമ്മുടെ ജോലി, രാവിലെ വൈകുന്നേരമുള്ള ജോലി. ഇത് ഒരു പങ്ക്ച്വാലിറ്റി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഞാൻ തയ്ക്കാൻ എനിക്കറിയാമായിരുന്നു, പക്ഷെ തയ്യൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ തയ്യൽ ജോലി എന്ന് പറയുന്നത് നമ്മൾ നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഈ ജോലി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇത് ഓരോ സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പശുവിനെ കറന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ പാല് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പണി എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇപ്പോൾ ജോലിക്ക് പോണതിനേക്കാളും കൂടുതലൊരു സാമ്പത്തികം നമുക്ക് നമ്മുടെ കയ്യിൽ വന്നു ചേരും. നമുക്ക് എത്രയൊക്കെ ടെൻഷനുണ്ട്, എന്തെങ്കിലും ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പശുക്കളുടെ അടുത്ത് വന്ന് നിന്ന് നമ്മുടെ ജോലികളൊക്കെ തുടരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. അതൊക്കെ ആ സമയത്ത് ഒരു അസുഖമില്ല. ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് ഒരു 2-3 വർഷത്തോളം അങ്ങനെ. കല്യാണത്തിന് മുന്നും കുറച്ച് നാൾ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് മോളെയും കൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം അതൊക്കെ ആ ജോലിക്ക് നമ്മളൊരു ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് മാനസികമായിട്ട് ജോലിക്ക് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് ചോദിച്ചു, നമുക്കൊരു അത്യാവശ്യം പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നു, അപ്പോൾ ലീവ് ചോദിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു ജോലിക്ക് പോകാമെന്നുള്ളത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് നമുക്ക് ഒന്നാമത്തെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. മെയിനായിട്ട് നമ്മുടെ അടുക്കള ക്ലീനിങ്, നമ്മുടെ തുണി വാഷ് ചെയ്യൽ, പിന്നെ ടോയ്ലറ്റ് കഴുകൽ, ഇതൊക്കെ എൻ്റെ ഡെയിലി ജോലിയിൽ വന്ന ഒരു കാര്യമാണ്. ഡെയിലി എനിക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള മോശമായിട്ട് കിടക്കണ ഇഷ്ടമല്ല. അടുക്കള മോശമായിട്ട് കിടന്ന് എനിക്ക് പുറത്തോട്ട് പോകണതേ ഇഷ്ടമല്ല. അടുക്കള മോശമായി കഴിഞ്ഞാൽ എനിക്കത്
അപ്പം തന്നെ ക്ലീൻ ചെയ്തിടണം. അതാണ് എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വീട് മോശം അടക്കി പറക്കി അത്യാവശ്യം കിടക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജോലിക്ക് നമ്മൾ പോകും, പക്ഷേ എപ്പോഴും 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ലേറ്റ് ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ നമ്മൾ അങ്ങനെ ലേറ്റ് ആവും. അതാണ് വിഷയം. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യം. നമുക്ക് ജോലി നമ്മുടെ റിലാക്സ് ഉള്ള ജോലികളായിരുന്നെങ്കിലും, പക്ഷേ നമുക്കൊരാവശ്യം വന്ന് നമ്മളൊരു ലീവ് ചോദിച്ചു വരുമ്പോൾ പിന്നെ മനസ്സ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കണ ഒരു കാര്യമായിരുന്നു എൻ്റെ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം നമ്മൾ അത്യാവശ്യമായിട്ട് ലീവ് എടുത്തു, 2 ദിവസം കഴിഞ്ഞ് ഒരു അത്യാവശ്യം വന്നു, അപ്പോൾ ലീവ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് അത്ര നന്നായിട്ട് പെരുമാറില്ല. ഇപ്പോൾ പ്രിൻസിപ്പളാണെങ്കിലും എന്തിനാണ് ഇപ്പോൾ അത്യാവശ്യമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചുകൂടെ, അതങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ജോലി ഞാൻ അതോടുകൂടി റിസൈൻ ചെയ്ത ആളാണ് കേട്ടോ. ഇപ്പോൾ പനി വന്നതാണ്, ഹസ്ബൻഡിന് പ്രാവശ്യം പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ലീവ് ചോദിച്ചു. അതിന് മുന്നേ 2 ദിവസം മുന്നേ ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാൻ. അപ്പോൾ അതോടുകൂടി ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു ടീച്ചർ ജോലി ഞാൻ ഉപേക്ഷിച്ചത്. ആ ഒരു ജോലി ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ അത്യാവശ്യം ഞാൻ ഡ്രൈവിങ് ഞാൻ പഠിപ്പിക്കുമായിരുന്നു. എൻ്റെ അനിയത്തിനെ ആദ്യം പഠിപ്പിച്ചു, അങ്ങനെ അനിയത്തിൻ്റെ എൻ്റെ ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു. അങ്ങനെ കുറേ അങ്ങനെ കണക്ഷനായിട്ട് കുറേ കുട്ടികളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു. അപ്പം നമുക്കൊരു എമൗണ്ട് നമുക്ക് കൈ കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ സമയത്ത് പോകാൻ പറ്റിയ ഒരു ജോലിയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ഡ്രൈവിംഗ് ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയായിരുന്നു കേട്ടോ ഡ്രൈവിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പോവാം, എൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്താൽ കുട്ടികളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ എനിക്ക് അവിടെ ചെല്ലാം, എൻ്റെ വീട്ടിലെ ജോലികളും കഴിയും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അതിന് മുന്നേ നമുക്ക് 2 പശുക്കളുണ്ടായിരുന്നു. ഈ 2 പശുക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ 11 മണി 12 മണി ചിലപ്പോൾ 3 മണി ആ സമയത്തൊക്കെ ആയിരിക്കും ഓരോ കുട്ടികൾക്ക് നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ പാലിൻ്റെ ഓർഡറുകൾ വന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു ഫാമിംഗ് സെറ്റപ്പിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാം, ശമ്പളം വാങ്ങിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇത് തന്നെ ബെറ്റർ. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് പറ്റിയ ജോലി, എനിക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ് ചെയ്ത കഥകൾ ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം കേട്ടോ. ഒന്നും പറയണ്ട, ഞാൻ ഈ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിസിനസ്സുകൾ പരീക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഞാൻ ഇനി അടുത്ത ഒരു എപ്പിസോഡിലൊക്കെ ആയിട്ട് പറയാം. ഞാൻ ചെയ്ത ബിസിനസ്സുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ പശുക്കളുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനും പോകും. അത് എല്ലാ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പശുക്കളെ വളർത്തണ ഈ പശുക്കളെ സ്നേഹിക്കണ ഏതൊരു മനുഷ്യരോട് ചോദിച്ചാലും അവർ പറയണ ഒരു കാര്യമാണ്, നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മനോവിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പശുക്കളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്കതില്ല. ഞാൻ ഇടയ്ക്ക് എനിക്ക് നടുവേദന വരാറുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് എങ്ങനെ ഞാൻ പശുവിനെ കറക്കും, എനിക്കിന്ന് വയ്യല്ലോ. പക്ഷേ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് ആ പശുവിനെ കറക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നടുവേദന എവിടെ പോയി അല്ലെങ്കിൽ നമ്മുടെ കൈവേദന എവിടെ പോയി എന്ന് തന്നെ എനിക്കറിയില്ല, ഞാനത് ഓർക്കാറുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അയ്യോ എൻ്റെ നടുവേദന എപ്പോഴേക്കോ പോയല്ല, എൻ്റെ നടുവേദന എങ്ങനെ പോയേ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ദൈവികമായിട്ടുള്ളൊരു പശുക്കൾ തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാമീപ്യം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നെഗറ്റീവ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടണുണ്ടാവും. അതായിരിക്കും നമ്മുടെ ഈ ഹെൽത്ത് പ്രോബ്ലമൊക്കെ അപ്പോൾ മാറുന്നത്. എത്രയൊക്കെ വന്നാലും ഈ പശുക്കൾ ഒരു പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു സംശയമില്ല. അപ്പം ഞാൻ എൻ്റെ കറവിലോട്ട് കിടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ എന്തൊക്കെയോ ഈ വീഡിയോസിലോട്ടൊക്കെ നോക്കുമ്പോഴേക്കും എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ കയറി വരും. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് എൻ്റെ പണി തുടങ്ങാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. കഴിഞ്ഞ ദിവസം തട്ടി പാല് കളഞ്ഞ പെണ്ണുണ്ടായിരുന്നിരിക്കണത് നന്ദി പെണ്ണ് ഭയങ്കര ഡേഞ്ചറാണ്. എപ്പോഴാണ് നമ്മൾ ഡാൻസ് കളിക്കുന്നത് പറയാനില്ല. ചാട്ടക്കാരിയാണോ ചാട്ടക്കാരി അല്ലേടി? ചാടണം തോന്നുന്നത് എപ്പോഴാണ് ഒരു പിടിയുണ്ടാവില്ല അല്ലേ നന്ദി കുട്ടി?
ഒരിക്കൽ തിരക്കൊക്കെ കിട്ടി നേട്ടങ്ങളോർത്താൽ കിടക്കണ ഇപ്പൊ ഇങ്ങനെയാണ്. പാത്രമൊക്കെ കഴിച്ച പാത്രങ്ങളൊന്നും മാറ്റിയിട്ടില്ല. വൈക്കോലൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് അടിച്ച് മാറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അടിച്ച് മാറ്റിയില്ലെങ്കിൽ പിന്നെ ചാണകവും വൈക്കോലൊക്കെ കൂടി ഒരു മിക്സായിട്ട് കിടക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ചാണകം മാറ്റണവരെ ഇവർ വെയിറ്റ് ചെയ്ത് കൂട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് സ്വസ്ഥമായിട്ട് കിടക്കണമെങ്കിൽ ചാണകമൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അവരിങ്ങനെ മാറി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എത്ര നേരം പുല്ലൊക്കെ കഴിച്ച് പറമ്പിലൊക്കെ നിന്ന് വന്ന പശുക്കൾക്ക് ഒന്ന് കിടക്കണമല്ലോ. അപ്പോൾ നമ്മൾ കിടക്കണം. ഇവർ ഈ പശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാണകത്തിൽ കിടക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്ട് ഈ പശുക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അതിനൊരു 9:30 ആകുമ്പോഴേക്കേ പിന്നെ ഫാമിലോട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യണമൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സുഭദ്രേനെ നമ്മൾ പ്രസവ വാർഡിലോട്ട് മാറ്റി കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പശുക്കളുടെ പ്രസവ വാർഡ്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണത് ഇവിടെയാണ്. സേഫായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇത് കുറച്ച് റഫായിട്ടുള്ള ഒരു ഫ്ലോർ ആയതുകൊണ്ട് തന്നെ അവർക്ക് തെന്നൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വലിയ ഫ്ലോറിൽ കുറച്ച് തെന്നലുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നല്ല സേഫായിട്ട് ഇവിടെ നിന്നോളും. വേറെ പശുക്കളുടെ കുട്ടീനെ ചവിട്ടും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കും കൂടി മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അകിടൊക്കെ നല്ല ചീർത്തിട്ടുണ്ട്. ഇനി മടക്കൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ ആ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ മിക്കവാറും ഇനി പ്രസവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ് ഞങ്ങൾ. അടിച്ച് ഞാനിങ്ങനെ മാറ്റി വൈക്കോലൊക്കെ ഇങ്ങനെ അടിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരു നീറ്റായിട്ട് ഇങ്ങനെ കിടന്നോളും. അവരുടെ മൂത്രം ഒഴിക്കലും ചാണകം ഇടലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല. ഓണങ്ങോ ചെയ്തോളും നമ്മളിങ്ങനെ അടിക്കണമെന്ന് തന്നെ. ഭദ്ര വ്ളോഗിങ് ചെയ്യും ഗൈസ് അല്ലേ അമ്മേ? ആ ഭദ്ര വ്ളോഗ് ചെയ്യും. ഭദ്രേ കണ്ട കാര്യം അന്വേഷിക്കലാണ് മെയിൻ പരിപാടി. എല്ലാ കാര്യവും അന്വേഷിക്കണം. അയച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാ പാത്രത്തിലും പോയി നോക്കും. അവര് കഴിച്ചോ അവരുടെ ബാക്കിയുണ്ടോ നോക്കിയിട്ട് ആൾ പോകുന്നു. എല്ലാവരുടെയും ഫുഡിന്റെ ബാക്കിയൊക്കെ കഴിച്ചിട്ട് പോണ ആളാണ്. പക്ഷെ ഇന്ന് എന്താണാവോ സ്വന്തം ഫുഡിന്റെ ബാക്കി കഴിച്ചിട്ടില്ല. മറ്റുള്ള പാത്രത്തിൽ അവരുടെ കണ്ടുപോകുന്നത്. അതാണ് അവരുടെ വിഷയം. അവരുടെ പാത്രത്തിൽ തീരുന്നതല്ല, മറ്റുള്ളവരുടെ പാത്രത്തിൽ. ഭദ്രേ ഈ വൈക്കോട് എന്തോരം ഭദ്രമേ മോശമാക്കിയിട്ടേങ്ങളെ കഴിച്ചോ. ആ ഇനി അവിടെ നിന്ന് ആരാണ് വന്നത്? അവിടെ ആരാ വന്നത് നോക്ക്. അവിടെ പോണവൻ അന്വേഷിക്കണ്ട. അന്വേഷിക്കണുണ്ടോ നോക്ക്. വേറെ പശുക്കൾക്കൊന്നും ഇല്ല അങ്ങനത്തെ അവിടെ ആരാ കണ്ണനാ പഴം കൊണ്ട് നിക്കണ. ഭദ്രേ ഹായ് പറഞ്ഞേ. അമ്മ എന്താ ഭദ്രയുടെ ചുണ്ടിലൊക്കെ ഇരിക്കണേ? വേറെ ഒരു പശുക്കളും ഇങ്ങനെ ക്ലീൻ ചെയ്യില്ല കേട്ടോ. ഭദ്രമ്മേനെ പോലെ ക്ലീൻ ചെയ്യുന്ന ഭദ്രമ്മ മാത്രമേ. നോക്കി കുഞ്ഞിന്റെ അടുത്ത് അവളുടെ നാക്കിൽ വലിയ നീട്ടൂണ്. എന്നിട്ട് ആ നാക്കിട്ട് ഇവള് ചുറ്റും ഇങ്ങനെ തുടക്കും കേട്ടോ. വേറെ ഒരു പശുക്കളും ഇങ്ങനെ കളിയുന്നുണ്ടല്ലോ. ആ നാക്ക് ഇങ്ങനെ വളഞ്ഞു വരും. എന്നിട്ട് ഈ ചുറ്റുപാട് ക്ലീൻ ചെയ്യലാണ് അവളുടെ പണി. ഒരു ദിവസം നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പല്ലിന്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യും. നാക്കിട്ട് പല്ലിന്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യണതാണ് കേട്ടോ. ഫ്രണ്ട് പല്ല് കണ്ട അയ്യേ ഇതേ ഭദ്രൻ നോക്കി അവിടെയൊക്കെ എന്തിരിക്കണണ്ട. സാധാരണ എല്ലാ പശുക്കളും കാണിക്കണം. അല്ലാതെ വേറൊരു കാട്ടായം ഉണ്ടോ കഴിച്ചു കഴിയുമ്പോ നാക്ക് ഇങ്ങനെ പുറത്തോട്ട് നീട്ടിട്ടിട്ട്. അതെന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം ഗൈസ്. ആ അയ്യേ ഭദ്രയുടെ ഇവിടെയൊക്കെ ഇരിക്കണണ്ട. കിറിയൊക്കെ വൃത്തിയാക്കിക്കൂടെ ഭദ്രേ? ഭദ്രയുടെ ചേച്ചി അവിടെ അടിച്ചു കഴിഞ്ഞു. അമ്മ അടിച്ചു കഴിഞ്ഞാ? അമ്മ രാവിലെ അടിക്കും വൈകിട്ട് അടിക്കും.
എന്നാലും നമ്മൾ കൂടെ നമ്മുടെ പശുക്കൾ നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുകയാണ്. പിന്നെ അവർക്കും ഇഷ്ടം ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കാണ്. ഒന്ന് ക്ലീൻ ചെയ്തൂടെ? അവിടെ എന്താ പണി? ആ, കാല് ക്ലീൻ ചെയ്യാനല്ല പറഞ്ഞേ. അവൾ കിടക്കണോടത്ത് എത്ര ക്ലീൻ ചെയ്താലും ഈ വൈക്കോലൊക്കെ എടുത്ത് താഴെ കേട്ടോ. അത് ഇമ്പിടിപ്പെണ്ണു. ഗൈസ് നിങ്ങൾ പറ, നന്ദികേശനെ പോലെ ഇരിക്കണല്ലേ ഭദ്ര? ആ ഭദ്രയുടെ സൗന്ദര്യം കണ്ടു ഗൈസ്, സൗന്ദര്യം. ഞാൻ വെറുതെ പറഞ്ഞതാ. ഗൗരിയാണ് ഭംഗിയല്ലേ? പേടിയാട്ടോ അവർക്ക്, ഇപ്പോഴും പശുക്കളെ പേടിയാണ്. അവളുടെ സ്കിന്നിൽ അങ്ങനെ ഒന്നും അവളിങ്ങനെ നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ടൊന്നും ചെയ്യണമെന്നും ഇഷ്ടമല്ല. അത് അവൾക്ക് ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, നാളെ കാണാം.